നമസ്കാരം, എന്റെ പേര് മനു പി മോഹൻ എന്നാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ചാനലിന്റെ പേര് എഡ്യു ഡിഫൻസ് എന്നാണ്. ആർമി, നേവി, എയർഫോഴ്സ്, ബാക്കി എല്ലാ പാരാമിലിറ്ററി ഫോഴ്സസുകളും SSC പോലുള്ള എക്സാംസിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന GK ചോദ്യങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് ഇന്ത്യൻ പാർലമെന്റ് ഒന്നാമത്തെ ഭാഗവും അതിനകത്ത് നമ്മൾ ഇന്ത്യൻ പാർലമെന്റിൽ ആരൊക്കെ ഉൾപ്പെടുന്നു, പാർലമെന്റിന്റെ ഓരോ ആൾക്കാർ ആരൊക്കെയാണ്, അതിൽ തന്നെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് എന്റെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനാബിൾ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് താഴെ കമന്റുകൾ രേഖപ്പെടുത്തുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട നിയമനങ്ങള്, പ്രസിഡന്റിന്റെ ഫംഗ്ഷൻസ്, പ്രസിഡന്റിന്റെ വിശേഷണങ്ങൾ പഠിച്ചു അല്ലെ. അപ്പോ വൈസ് പ്രസിഡന്റ് ഒരു ടോപ്പിക് തന്നെയാണ്. നമ്മൾ രാജ്യസഭ പഠിച്ചപ്പോ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരൊറ്റ ക്ലാസ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. വൈസ് പ്രസിഡന്റുമായി ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈസ് പ്രസിഡന്റിലേക്ക് പോകാം. വൈസ് പ്രസിഡന്റ് പഠിക്കുമ്പോൾ ആദ്യമായി അറിയേണ്ടത് ഒന്നാമത്തെ പൗരൻ എന്നറിയപ്പെടുന്ന പ്രസിഡന്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ പൗരൻ ആരെന്ന് ചോദിച്ചാൽ അതാണ് വൈസ് പ്രസിഡന്റ്. അപ്പോ സെക്കൻഡ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ് സെക്കൻഡ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം തന്നെയാണ് രാജ്യസഭയുടെ ചെയർമാൻ പദവി അലങ്കരിക്കുന്നത്. അപ്പൊ രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? വൈസ് പ്രസിഡന്റിനാണ്. ഈ കാര്യം നമ്മൾ ഒന്നാമത്തെ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്തു. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്നാമത്തെ ഇന്ത്യൻ പാർലമെന്റ് പാർട്ട് 1 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്, പോയി കണ്ടിട്ട് തിരിച്ചു വരിക. ഓക്കെ, രാജ്യസഭയുടെ ചെയർമാനും വൈസ് പ്രസിഡന്റ് തന്നെയാണ്. അപ്പൊ ഈ വൈസ് പ്രസിഡന്റ് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എക്സിക്യൂട്ടീവ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. നോക്കുക, ഇന്ത്യൻ ഗവൺമെന്റിന്റെ പവേഴ്സിനെ മൂന്നായി തിരിച്ചിരിക്കുന്നു. ഒന്ന് ജുഡീഷ്യറി എന്നും എക്സിക്യൂട്ടീവ് എന്നും ലെജിസ്ലേച്ചർ എന്നും തിരിച്ചു. ഈ ലെജിസ്ലേച്ചർ ഭാഗത്തിൽ വരുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. അതിന്റെ താരൊക്കെ വരുന്നു, പ്രസിഡന്റ് വരുന്നു, ആരൊക്കെ, ലോക്സഭ വരുന്നു, രാജ്യസഭയും വരുന്നു. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഭരണ വിഭാഗം എന്നാണ് അറിയപ്പെടുന്നത്. മറ്റേതെങ്ങനെ, ലെജിസ്ലേച്ചർ എങ്ങനെ അറിയപ്പെടുന്നത്? നിയമ നിർമ്മാണ സഭ എന്നാണ് അറിയപ്പെടുന്നത്. എക്സിക്യൂട്ടീവ് ഭരണ വിഭാഗമാണ്. അപ്പൊ ഭരണ വിഭാഗത്തിന്റെ തലവനും പ്രസിഡന്റ് തന്നെയാണ്. പക്ഷെ ഭരണ വിഭാഗത്തിന്റെ അകത്ത് വരുന്ന ആളാണ് വൈസ് പ്രസിഡന്റ്. ആരൊക്കെ ഈ എക്സിക്യൂട്ടീവിന്റെ അകത്ത് ഉൾപ്പെടുന്നു എന്ന് നമുക്ക് പഠിക്കാം. എക്സിക്യൂട്ടീവിന്റെ അകത്ത് ഉൾപ്പെടുന്ന ആൾക്കാർ, ഒന്ന് പ്രസിഡന്റ് ആണ് ഹെഡ് ഓഫ് എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നു കേട്ടോ. ഹെഡ് ഓഫ് എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നു പ്രസിഡന്റ്. അത് കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് വരുന്നു. മൂന്നാമത് പ്രൈം മിനിസ്റ്റർ വരുന്നു. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെ. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ തൊട്ട് താഴെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും വരുന്നു അല്ലെ. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് വരുന്നു. ഇനി ഇതും കൂടാതെ ഭരണം നടത്തണമെങ്കിൽ അതിന്റെ താഴെ ഭരിക്കുന്ന ആൾക്കാരാണ് IAS ഉദ്യോഗസ്ഥരൊക്കെ. പലതിന്റെ സെക്രട്ടറിമാരായിട്ടിരിക്കുന്നില്ലേ, ചീഫ് സെക്രട്ടറീസ് ഇരിപ്പുണ്ട്, IAS ഉദ്യോഗസ്ഥർ ഇരിപ്പുണ്ട്. അവരെല്ലാരെയും കൂടെ വിളിക്കുന്ന ബ്യൂറോക്രാറ്റ്സ് എന്നാണ് അല്ലെ. ഭരണ വിഭാഗത്തിന്റെ അകത്ത് ഉദ്യോഗസ്ഥരുണ്ട് അല്ലെ. ആ ഉദ്യോഗസ്ഥരെ എല്ലാവരും കൂടെ വിളിക്കുന്നത് ബ്യൂറോക്രാറ്റ്സ് എന്നാണ് അല്ലെ. ബ്യൂറോക്രാറ്റ്സ് വിഭാഗവും കൂടെ അതിൽ വന്നാലേ ഒരു ഗവൺമെന്റ് പൂർണ്ണമാകത്തുള്ളൂ. അപ്പോ ബ്യൂറോക്രാറ്റ്സും കൂടെ ഉൾപ്പെടുന്നു. അപ്പൊ ബ്യൂറോക്രാറ്റ്സും കൂടെ ഉൾപ്പെടുമ്പോൾ ആരുണ്ടാവുന്നു? ഭരണ വിഭാഗം ഉണ്ടാവുന്നു. അപ്പൊ ഭരണ വിഭാഗത്തിന്റെ ഹെഡ് എന്നറിയപ്പെടുന്നത് പ്രസിഡന്റ്. ആ ഭരണ വിഭാഗത്തിന്റെ ബാക്കി അംഗങ്ങൾ വൈസ് പ്രസിഡന്റ് വരുന്നു, പ്രൈം മിനിസ്റ്റർ വരുന്നു, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് വരുന്നു, ബ്യൂറോക്രാറ്റ്സ് വരുന്നു. അപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? വൈസ് പ്രസിഡന്റ് താഴെ പറയുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ എക്സിക്യൂട്ടീവ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു കേട്ടോ. വൈസ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജ്യസഭയുടെ ചെയർമാൻ ആണ് വൈസ് പ്രസിഡന്റ് എങ്കിൽ പോലും രാജ്യസഭയുടെ ഒരു മെമ്പർ ആയിരിക്കരുത് ആര്? വൈസ് പ്രസിഡന്റ്. അതൊരു ചോദ്യമാണ്.
രാജ്യസഭയുടെ, നിങ്ങൾക്കറിയാം രാജ്യസഭയുടെ ചെയർമാൻ വൈസ് പ്രസിഡന്റ് ആണ് എന്നൊക്കെ അറിയാം. പക്ഷെ ചോദ്യം വരുമ്പോൾ നിങ്ങൾ അത് തെറ്റിക്കും. രാജ്യസഭയുടെ മെമ്പർ ആയിരിക്കരുത് ആര്? വൈസ് പ്രസിഡന്റ്. പകരം രാജ്യസഭയുടെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയായിരിക്കണം വൈസ് പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വോട്ടിംഗ് പവർ രാജ്യസഭയിലില്ല. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള ഒരു പവർ വരുന്ന സമയമുണ്ട്. അതിനെയാണ് കാസ്റ്റിംഗ് വോട്ട് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം, അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ വോട്ടുകൾ ടൈ ആവാതിരിക്കട്ടെ, അപ്പുറത്തും 10 ഇപ്പുറത്തും 10 വോട്ട്. അപ്പോ ഇത് ടൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വൈസ് പ്രസിഡന്റിന് ഒരു വോട്ട് ചെയ്യാൻ പറ്റും. ആ വൈസ് പ്രസിഡന്റ് വോട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് കാസ്റ്റിംഗ് വോട്ട്. അതൊഴിച്ച് ബാക്കി ഒരു വോട്ടിങ്ങിനും പങ്കെടുക്കാൻ ആർക്ക് അധികാരമില്ല? വൈസ് പ്രസിഡന്റിന് അധികാരമില്ല. അപ്പൊ അതാണ് പോയിന്റ്. നോക്കാം, രാജ്യസഭ മെമ്പർ ആയിരിക്കരുത്. ഹി ഈസ് നോട്ട് എ മെമ്പർ ഓഫ് രാജ്യസഭ. നോട്ട് എ മെമ്പർ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ ഒരു മെമ്പർ ആവാൻ അദ്ദേഹത്തിന് പാടില്ല. പകരം അദ്ദേഹം രാജ്യസഭയുടെ ചെയർമാൻ സ്ഥാനമാണ്. ഇവരെല്ലാരും കൂടെ ചേർന്നാണ് എലക്ട് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റിനെ. അപ്പോ എലക്ഷൻ ആരൊക്കെ പങ്കെടുക്കുന്നു? അപ്പൊ ഇവരെ എലക്ട് ചെയ്യുന്നത്, വൈസ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയാൽ രാജ്യസഭയിലെയും ലോക്സഭയിലെയും ഹോൾ മെമ്പേഴ്സ് ആണ്. അപ്പോ വൈസ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയിലെയും ലോക്സഭയിലെയും മൊത്തത്തിലുള്ള മെമ്പേഴ്സ് ആണ്. എന്താ ഈ മൊത്തത്തിലുള്ളത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നോമിനേറ്റഡ് പദവിയിൽ എത്തിയേക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ, 12ഉം 2ഉം 14 മെമ്പേഴ്സ് പാർലമെന്റിലേക്ക് എത്തി. ഈ മെമ്പേഴ്സിനും ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ആർക്കാ? വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ പ്രസിഡന്റിന്റെ ഇലക്ഷന് വേണ്ടി വോട്ട് ചെയ്യാൻ സാധിക്കില്ല. പ്രസിഡന്റിന്റെ ഇലക്ഷന് വോട്ട് ചെയ്യുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഇലക്റ്റഡ് മെമ്പേഴ്സിന് മാത്രമേ പറ്റൂ. അതാണ് വ്യത്യാസം. അപ്പോ ഇദ്ദേഹത്തിനെ എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാജ്യസഭയിലെയും ലോക്സഭയിലെയും മൊത്തത്തിലുള്ള ആൾക്കാർക്ക് ഇലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രസിഡന്റിനാണെങ്കിലോ, പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്ന മെമ്പേഴ്സ് ആരൊക്കെയാ? ഓൺലി ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിലെ, അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഇലക്റ്റഡ് മെമ്പേഴ്സിന് മാത്രമേ പ്രസിഡന്റിന്റെ ഇലക്ഷന് പങ്കെടുക്കാൻ സാധിക്കൂ. പക്ഷേ വൈസ് പ്രസിഡന്റ് ഇലക്ഷന് രാജ്യസഭയിലെയും ലോക്സഭയിലെയും മൊത്തത്തിലുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റും. ഇനി വൈസ് പ്രസിഡന്റ് ആവാൻ മിനിമം പ്രായം എത്രന്ന് ചോദിക്കും. വൈസ് പ്രസിഡന്റ് ആവാൻ മിനിമം പ്രായം 35 വയസ്സാണ്. 35 വയസ്സുള്ള ആൾക്ക് വൈസ് പ്രസിഡന്റ് ആകാൻ പറ്റും. അപ്പോൾ പ്രസിഡന്റിനോ എന്നൊരു ചോദ്യമുണ്ട്. പ്രസിഡന്റിനും 35 വയസ്സ് തന്നെ വേണം. 35 വയസ്സുള്ള ആൾക്ക് മാത്രമേ വൈസ് പ്രസിഡന്റ് പദവിയിൽ അലങ്കരിക്കാൻ കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആര്, ആ വൈസ് പ്രസിഡന്റിന്റെ പ്രത്യേകതകൾ എന്താണ്, ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആരാണ്, ഇതൊക്കെ ഒന്ന് പഠിക്കാം. നോക്കുക, ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ്. അദ്ദേഹം തന്നെയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയത്. ഒന്നാമത്തെ പ്രസിഡന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസിഡന്റിന്റെ ക്ലാസ്സിൽ പഠിച്ചു. ഒന്നാമത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആണ്. രണ്ടാമത്തെ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. അപ്പൊ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആദ്യത്തെ വൈസ് പ്രസിഡന്റ്. ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആചരിക്കുന്നത്. അധ്യാപക ദിനം ആചരിക്കുന്നത് സെപ്റ്റംബർ 5 ആരുടെ ജന്മദിനമായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കുകൾ നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്കും മിക്കവാറും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ബുക്കുകൾ. നോക്കുക, ഇന്ത്യൻ ഫിലോസഫി എന്ന ബുക്ക് എന്ന ബുക്ക് എഴുതിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇദ്ദേഹം തന്നെയാണ് ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത്. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് എന്ന ബുക്ക് എഴുതിയിരിക്കുന്നതും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അപ്പൊ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയുടെ. അതേപോലെ ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റും ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു.
അല്ലെ? അപ്പോ ഇന്ത്യയുടെ ഒന്നാമത്തെ വൈസ് പ്രസിഡന്റായ ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ ഫിലോസഫി, ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് എന്നീ ബുക്കുകൾ എഴുതിയിരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അപ്പൊ ഒന്നാമത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണെങ്കിൽ ഇപ്പോഴത്തെ പ്രസന്റ് വൈസ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കത്തില്ലേ? അത് ചോദിക്കുവാണെങ്കിൽ പ്രസന്റ് വൈസ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ വെങ്കയ്യ നായിഡു ആണ് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ്. വെങ്കയ്യ നായിഡു ആണ് നിലവിലെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസിഡന്റ് പഠിച്ചു, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വൈസ് പ്രസിഡന്റ് പഠിച്ചു. അപ്പൊ ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ, രണ്ടും ഒരേപോലെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്. നോക്കുക, പ്രസിഡന്റ് ഒന്നാമത്തെ സിറ്റിസൺ ആണ്, വൈസ് പ്രസിഡന്റ് രണ്ടാമത്തെ സിറ്റിസൺ ആണ്, അല്ലെ? ഇന്ത്യയുടെ രണ്ടാമത്തെ സിറ്റിസൺ ആണ്. പ്രസിഡന്റിനെ അറിയപ്പെടുന്നത് സുപ്രീം കമാൻഡർ ഓഫ് ഫോഴ്സസ് എന്നാണ്. വൈസ് പ്രസിഡന്റിനെ അറിയപ്പെടുന്നത് രാജ്യസഭയുടെ ചെയർമാൻ സ്ഥാനത്തിലേക്കാണ്. മിനിമം ഏജ് 35 വയസ്സ് രണ്ടുപേർക്കും ഈക്വൽ ആണ്. രണ്ടുപേർക്കും 35 വയസ്സുണ്ടെങ്കിലേ മുകളിലോട്ട് അല്ലെങ്കിൽ ആ പദവി അലങ്കരിക്കാൻ സാധിക്കും. നോക്കുക, ഫസ്റ്റ് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആണെങ്കിൽ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓൺലി എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ് മാത്രമേ പ്രസിഡന്റിന് എലക്ഷൻ ചെയ്യാൻ പറ്റൂ, പ്രസിഡന്റിനെ എലക്ട് ചെയ്യാൻ സാധിക്കൂ. വൈസ് പ്രസിഡന്റ് സ്ഥാനത്താണെങ്കിൽ എലക്ഷൻ എല്ലാ മെമ്പേഴ്സിനും സാധിക്കും. എല്ലാ ഡിഫൻസ് എക്സാമിനും കോമ്പറ്റേറ്റീവ് എക്സാംസിനും സ്ഥിരമായി ചോദിക്കുന്ന 2 പദവികളാണ് വൈസ് പ്രസിഡന്റും പ്രസിഡന്റും. ഈ 2 മേഖലകളിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പാർലമെന്റ് പഠിച്ചു, പാർലമെന്റിലെ അംഗങ്ങളെ പഠിച്ചു, ആ അംഗങ്ങളുടെ സവിശേഷതകൾ പഠിച്ചു, അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അപ്പോ ഇനിയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും തീർച്ചയായും പഠിച്ചിരിക്കേണ്ട GK ചോദ്യങ്ങളാണ് ഈ കിടക്കുന്നത്. ആർമി, നേവി, എയർഫോഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളുടെ നോട്ടുകൾ ഓരോ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടെലഗ്രാം ചാനലുകളിലേക്ക് ഇടുന്നുണ്ട്. അപ്പം ദയവായി ആ ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ആ ചാനലിന്റെ ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ആവശ്യക്കാർ അതിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക. തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. Thank you.